ആ എന്താ മോളെ? ഒന്നുമില്ല, കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഒന്നും വേണ്ട മോളെ, ഇവിടെ ആരും ഇല്ല. മോൾ പോയിക്കോ. എന്നെ പോലുള്ള ആൾക്കാർ എന്നും ഇവിടെ വരുന്നതാണ്. ഇതങ്ങനല്ല, ഞങ്ങളെ കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ പ്രൊഡക്റ്റ് ആണ്. ഒരു പുതിയ പ്രൊഡക്റ്റും വേണ്ട മോളെ. എനിക്ക് വേണം കുറച്ച് ചക്ക തിന്നാ ജി. വേണ്ടപ്പാ, ചക്ക ഒന്നും വേണ്ട. ശരി ഞാൻ ഇറങ്ങാം. മോളെ ഇങ്ങോട്ട് വാ. ജിപ്പാന്ന് വിളിച്ചത് ഇന്നെ വല്ലാതെ മനസ്സിൽ കൊണ്ടാ. ഇങ്ങോട്ട് വാ. മോളെ വീട് എവിടെയാണ്? ഞാൻ ഇവിടെ ടൗണിൽ തന്നെയാണ്. മോളെ വാപ്പ എന്താ ചെയ്യണേ? വാപ്പ ഖത്തർ ജയിലിലാണ്. എന്തോ സാമ്പത്തിക ഇടപാടിന്റെ പേരില് ജയിലിലായതാ. വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് നമ്മള് കാര്യങ്ങളൊക്കെ അറിയണത്. ജയിലിലാണ് എന്നൊക്കെ 12 വർഷമായി നമ്മള് കണ്ടിട്ട്. ഞാനും രണ്ടാനിയന്മാരും ഞാനിങ്ങനെ പണിക്ക് പോയിട്ടാ ജീവിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യണമെന്നോ ഇപ്പൊക്കെ എന്താ പറ്റിയതൊന്നും ഞമ്മക്കറിയില്ല. അവിടുന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ കുറെ പൈസ ഒക്കെ വേണമെന്നാ പറയണേ. നമ്മളടുത്ത് അതിനുമാത്രമുള്ള പൈസ ഒന്നും ഇല്ല. എന്താ ചെയ്യണ്ടേന്ന് അറിയൂല്ല. ഇതിപ്പോ ഇന്നും കൂടെ സങ്കടപ്പെടുത്തിയല്ലേ മോളെ. ഇജ്ജ് ബേജാറാവണ്ട, ഇതിനൊക്കെ ഉള്ള പരിഹാരം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇതുപോലെ സാമ്പത്തിക കേസ് പെട്ടിട്ട് ഒരുപാട് മലയാളികൾ ഇന്നും ഖത്തർ ജയിലിൽ കഴിയുന്നുണ്ട്. പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അവരെ നാട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓലെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് രക്ഷ ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അതിൽ ഓരോരുത്തർക്കും വേണ്ട തുക എത്രയാണ്, കിട്ടിയത് എത്രയാണ്, ജയിലിൽ പോകാനുള്ള കാരണം എന്താണ്, എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നൊരു തുക, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്കും അതിൽ പങ്കാളിയാവാം.